വെൽക്കം ബാക്ക്. ചരിത്രത്തിന്റെ പിന്നിലെ പശ്ചാത്തലങ്ങളും സംഭവങ്ങൾക്ക് പിന്നിലെ സാഹചര്യങ്ങളും കാര്യങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളും കഥകൾക്ക് പിന്നിലെ കാണാപ്പുറങ്ങളും പങ്കിടുന്ന ബിസി ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ എപ്പിസോഡിന് നിങ്ങൾ നൽകിയ എല്ലാ സ്വീകരണത്തിനും പ്രത്യേകമായ നന്ദി. വിചാരിച്ചതിനേക്കാൾ ഊഷ്മളമായി ആ കഥയെ നിങ്ങൾ സ്വീകരിച്ചു. ഇതാ ഇന്ന് വീണ്ടും പുതിയൊരു കഥയുമായി ബിസി ടോക്സിന്റെ രണ്ടാം ഭാഗം. ലോകചരിത്രത്തിലെ പ്രബല ജാതിയായിരുന്ന യഹൂദന്മാരുടെ പിതാമഹന്മാരുടെ ഒരു ചെറിയ കഥ ചരിത്ര പശ്ചാത്തലങ്ങൾക്ക് അനുബന്ധ രേഖകളായി വിശുദ്ധ രേഖകളുടെ ചരിത്ര സംഭവങ്ങളെ ഒപ്പം കുറിക്കപ്പെട്ടിരിക്കുന്ന ശൂരന്മാരുടെ പുസ്തകത്തിലെ 27-ാം അധ്യായത്തിൽ നിന്ന് സംഭവമായി വിവരിച്ചിരിക്കുന്ന ഒരു ചരിത്ര ഭാഗത്തെ അവതരിപ്പിക്കുന്നു. അബ്രഹാമിന് തന്റെ വാഗ്ദത്ത സന്തതി എന്ന് എടുത്തു പറയുന്ന ഇസഹാക്കിൽ ജനിച്ച 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിരുവരും ഒരേ സമയം ജനിച്ചവരായിരുന്നതുകൊണ്ടും ഇരട്ടകളായിരുന്നതുകൊണ്ടും ഇവരെ വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സമയം മൂത്തവനായ ഏശാവിനും ഇളയവനായ യാക്കോബിനും മുമ്പെങ്ങും ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ചരിത്ര പശ്ചാത്തലവും സാമർഥ്യത്തിന്റെ വഴികളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏശാവായിരുന്നു ആദ്യജാതൻ, യാക്കോബായിരുന്നു ഇളയവൻ. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് ഭൂജാതരായതെങ്കിലും സ്ഥാനത്തിന്റെ മഹത്വം ഇവരുടെ ഇടയിൽ വളരെ പ്രസിദ്ധവും പ്രാഗൽഭ്യമുള്ളതും ഗാംഭീര്യമുള്ളതും അർത്ഥവത്തും ആയിരുന്നു. തന്നിമിത്തം തന്നെ മൂത്തവനായ ഏശാവ് ഇളയവനായ യാക്കോബുമായി വളരെ സ്വാഭാവിക വ്യത്യസ്തതകൾ ഉള്ളവരായി ഈ ചരിത്രത്തിൽ നാം കാണുന്നു. യാക്കോബ് ഒരു കൂടാരവാസിയായി അപ്പനും അമ്മയും പാർക്കുന്ന കൂടാരത്തിനകത്ത് പാർക്കുന്ന ഒരുവനായിരിക്കുമ്പോൾ ഏശാവിനെ കുറിച്ച് പറയുന്നത് വേട്ടയിൽ സമർത്ഥനായി വനസഞ്ചാരിയായി വന്യപ്രദേശങ്ങളിലും വിജന സ്ഥലങ്ങളിലുമൊക്കെ ഊടാടി സഞ്ചരിക്കുന്നവനായിട്ടാണ് ഏശാവിനെ നാം കാണുന്നത്. ആടുകളെ മേയിച്ച് പരദേശവാസികളായി പലായനം ചെയ്ത് സീസണുകൾ അനുസരിച്ച് ആടുകളുടെ ഭക്ഷ്യതയും ലഭ്യതയും അനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ കൂടാരവാസികളായ ഇടയവർഗത്തിന്റെ ഇടയിൽ ഒരു സമർത്ഥനായ വേട്ടക്കാരനായിട്ടാണ് ഏശാവിനെ നാം കാണുന്നത്. ഇതിനപ്പുറം ഏശാവിന് വ്യക്തിപരമായി എനിക്കൊരു ഇഷ്ടമുണ്ട്. സ്വാഭാവികമായ മനുഷ്യത്വത്തിന്റെ എല്ലാ പ്രാധാന്യങ്ങളും സ്പഷ്ടമായി പ്രകടിപ്പിക്കുന്ന പൊരുളുകളൊന്നുമില്ലാതെ സ്പഷ്ടതയോടുകൂടെ തന്നെ ഇവയെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഏശാവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. തികഞ്ഞ മനുഷ്യത്വം ഉള്ളൊരു മനുഷ്യൻ, ഹ്യൂമാനിറ്റി ഉള്ളൊരു മനുഷ്യൻ, അതായിരുന്നു ഏശാവ്. അവന്റെ കോപങ്ങളും അവന്റെ സങ്കടങ്ങളും അവന്റെ നഷ്ടങ്ങളും അവന്റെ കരച്ചിലുകളുമെല്ലാം അഭിനയങ്ങളോ വെച്ചുകെട്ടുകളോ ഉള്ളതായിരുന്നില്ല. യാഥാർത്ഥ്യത്തോടും യഥാഭാവത്തോടും സദാ ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ഇങ്ങനെ ഇടയവർഗത്തിനിടയിലെ സമർത്ഥനായ വേട്ടക്കാരനായ ഏശാവിന് ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, അതാണ് ഇന്ന് നാം കേൾക്കുവാൻ പോകുന്നത്. അബ്രഹാം മരിക്കുമ്പോൾ ഏശാവിനും യാക്കോബിനും 15 വയസ്സ് പ്രായമായിരുന്നു. യാക്കോബിന്റെ മരണശേഷം സ്ഥിരമായി വേട്ടയ്ക്ക് പോകുന്നൊരു സ്വഭാവം ഏശാവിനുണ്ടായിരുന്നു. ഇങ്ങനെ ഏശാവ് വേട്ടയ്ക്ക് വേണ്ടി വിജന സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ബാബേൽ രാജാവായിരുന്ന നിമ്രോദ്, അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, അമ്രാഫേൽ എന്നാണ് ആ ചരിത്ര ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഈ നിമ്രോദ് വേട്ടയിൽ വളരെ കമ്പമുള്ള ഒരാളായിരുന്നു. തന്നിമിത്തം തന്നെ
വിജന സ്ഥലങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഒരു ചെറു ബാലകനായി, എന്നാൽ അസാധാരണമായ ഉന്നമുള്ളവനായി, ലക്ഷ്യമുള്ളവനായി, ലക്ഷ്യവേഗങ്ങളെ കൈവരിപ്പാൻ സാമർഥ്യമുള്ളവനായി ഏശാവിനെ കാണുന്നത് കൊണ്ട് എപ്പോഴും അവനെ വീക്ഷിക്കുകയും പതിവായിരുന്നു. എപ്പോഴൊക്കെയോ താൻ ലക്ഷ്യം വെച്ചതിനേക്കാൾ, താൻ സമ്പാദിച്ചതിനേക്കാൾ, താൻ ആർജിച്ചതിനേക്കാൾ ഒക്കെ ഈ ചെറു ബാലകൻ എയ്തു വീഴ്ത്തി കരഗതമാക്കി കൊണ്ടുപോകുന്നതിനെ കണ്ടപ്പോൾ ഈ നിമ്രോദ് എന്ന് പറയുന്ന ബാബേൽ രാജാവിന്റെ അകത്ത് അസൂയ ഉളവായി. ആ അസൂയ പിന്നീട് വാശിയായും വൈരാഗ്യമായും പകയായും ഒക്കെ കടന്നുകൂടുന്നത്, വളർന്ന് പന്തലിക്കുന്നത് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനൊരു ചെറുബാലകൻ ഒരു രാജാവിനേക്കാൾ സാമർഥ്യത്തോടുകൂടെ വേട്ടയിൽ പ്രാഗൽഭ്യം കാണിക്കുന്നത് കണ്ടിട്ട് വല്ലാത്ത ഒരു സങ്കടവും അമർഷവും ഒക്കെ ഉണ്ടായ ഈ നിമ്രോദ് ഇവരുമായി കോപത്തിലാകുന്നു, വൈരാഗ്യമുള്ളവനാകുന്നു. അങ്ങനെ ഒരു ദിവസം നിമ്രോദ് തൻ്റെ പരിവാരങ്ങളുമായി വേട്ടയ്ക്ക് വിജനസ്ഥലത്തുകൂടെ സഞ്ചരിച്ചു വരുമ്പോൾ കണ്ടൊരു കാര്യം, നിമ്രോദും തൻ്റെ 2 ഭൃത്യന്മാരും ഒരു വഴിയെ സഞ്ചരിക്കുന്നു. അല്പമകലെയായി പരിവാരങ്ങൾ മറ്റൊരു വഴിക്ക് ഒരിരയെ തേടുന്നു. ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഏശാവ് ആ വിജന സ്ഥലത്തുകൂടെ സഞ്ചരിച്ച് നടന്നു വരുന്നത് അവർ കാണുവാനിടയായി. തന്നിമിത്തം തന്നെ ഏശാവ് തന്നോട് അസൂയയും വൈരാഗ്യമുള്ള നിമ്രോദിന്റെ കണ്ണുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതിന് പെട്ടെന്ന് ഒളിയിടം അന്വേഷിക്കുകയും അവിടേക്ക് മറഞ്ഞിരിക്കുകയും ചെയ്തു. അങ്ങനെ നിമ്രോദിന്റെയും 2 ഭടന്മാരുടെയും കൺമുന്നിൽ നിന്ന് മറഞ്ഞിരുന്ന ഏശാവിനെ അല്പം കഴിഞ്ഞപ്പോൾ അവർ കണ്ടുപിടിക്കുവാൻ ഇടയായി. തന്നിമിത്തം ഏശാവ് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചപ്പോൾ നിമ്രോദുമായി പെട്ടെന്ന് ഏറ്റുമുട്ടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും തന്റെ വാളെടുത്ത് നിമ്രോദിന് നേരെ വീശുകയും അദ്ദേഹത്തിന്റെ തലയിറക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണം കണ്ടു നിന്നിരുന്ന 2 ഭൃത്യന്മാർ വേഗത്തിൽ ഏശാവിനോട് ഏറ്റുമുട്ടാൻ എത്തിയെങ്കിലും ബാല്യക്കാരനും വല്ലാത്ത സാമർഥ്യമുള്ളവനും കൂടാരത്തിൽ തന്നെ 350-ലധികം സമർത്ഥരായ പോരാളികൾ ഉണ്ടായിരുന്ന അബ്രഹാമിന്റെ കൂടാരത്തിൽ വളർന്നവനായതുകൊണ്ട് തികഞ്ഞൊരു അഭ്യാസിയുമായിരുന്നു ഏശാവ്. ഏശാവിനോട് പൊരുതി അവർക്ക് ജയിക്കുവാൻ കഴിഞ്ഞില്ല. അവരിരുവരെയും ഏശാവ് വധിച്ചു കളഞ്ഞു. അങ്ങനെ നിമ്രോദിനെയും തന്റെ 2 ഭൃത്യന്മാരെയും വധിച്ചു കളയുക നിമിത്തം സംഭവിച്ച കാര്യം, ഇവരുടെ നിലവിളി കേട്ടുകൊണ്ട് അകലെ നിന്നിരുന്ന പരിവാരങ്ങൾ ഓടിയെത്തി ഈ ഏശാവിനെ വധിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏശാവ് നിമ്രോദ് ധരിച്ചിരുന്ന അവന്റെ അപ്പൻ നൽകിയ വിലയേറിയ വസ്ത്രങ്ങളെ കരസ്ഥമാക്കിക്കൊണ്ട് എടുത്തുകൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് ഓടി. ഈ പരിവാരങ്ങൾ കുറേയേറെ നേരം അദ്ദേഹത്തെ പിന്തുടർന്നു. എന്നാൽ വേഗത്തിൽ ഓടി വീട്ടിലെത്തുമ്പോഴേക്കും യുദ്ധത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും ക്ഷീണം കൊണ്ടും അതേസമയം തന്നെ പിന്തുടർന്നു വരുന്നവരുടെ മുന്നിൽ ദീർഘദൂരങ്ങൾ താൻ വേഗത്തിൽ ഓടിയതുകൊണ്ടും, അത് മാത്രമല്ല ഈ വലിയ പരിവാരങ്ങൾ തന്റെ പിന്നാലെ വരുന്നതിനാൽ തനിക്ക് മരണഭയമുണ്ടായതിനാലും കൂടാരത്തിൽ വന്ന ഏശാവ് ഒരു ചെറിയ ബാലകനാണ്, 15 വയസ്സേ പ്രായമുള്ളൂ. അവന് ആ സമയത്ത് വല്ലാതെ ഭീതിയുള്ളവനായി തീർന്നു, ഭയമുള്ളവനായി തീർന്നു. അവന് വിശപ്പുകൊണ്ടും ക്ഷീണം കൊണ്ടും ബലഹീനത കൊണ്ടും മരിക്കുമെന്നും ഭൃത്യന്മാരുടെ കരത്തിലെത്തി നിമ്രോദിന്റെ ദാസന്മാരാൽ വധിക്കപ്പെടുമെന്നുമുള്ള ഭീതി കൊണ്ട് അവൻ മരിക്കുവാൻ ആശിച്ചു. ഈ സമയത്താണ് തന്റെ സഹോദരനായ യാക്കോബ് അവിടെ വളരെ വിലയേറിയതും സ്വാദേറിയതുമായ പായസം നിർമ്മിക്കുന്നു. ഈ പായസം നിർമ്മിച്ച് ഈ പായസത്തിന്റെ രുചിയും സാഹചര്യവുമൊക്കെ ആ മണവുമൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏറ്റുമുട്ടലുകൾ കഴിഞ്ഞ് പരിക്ഷീണിതനായി ഓടി അവിടെ എത്തിയ ഏശാവ് യാക്കോബിനോട് ആഹാരം ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെടുമ്പോൾ യാക്കോബ് ചോദിക്കുന്നു, നീ എനിക്ക് പകരം എന്ത് തരും? അവൻ പകരം ചോദിച്ച് വാങ്ങിയത് ജ്യേഷ്ഠാവകാശമാണ്. അവിടെ ഒരു പ്രത്യേക ഭാഗം ബൈബിളിലും എഴുതിയിട്ടുണ്ട്. ഞാൻ മരിക്കുവാൻ പോകുന്നു, എനിക്ക് ജ്യേഷ്ഠാവകാശമുണ്ട്,
എന്താണ് ഗുണം? ഏശാവിന് രണ്ടു ഭയമാണ് ഉണ്ടായത്. ഒന്ന്, പിന്തുടർന്നു വരുന്ന നിമ്രോദിന്റെ ഭടന്മാർ തന്നെ വധിക്കുമെന്നും ഇപ്പോൾ താൻ ഇത്രമാത്രം ക്ഷീണിതനായിരിക്കുമ്പോൾ തനിക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ ലഭിച്ചില്ലെങ്കിൽ നിശ്ചയമായും താൻ മരിച്ചു പോകുമെന്നും ഏശാവ് തെറ്റിദ്ധരിച്ച് യാക്കോബിന് തന്റെ ജ്യേഷ്ഠൻ എന്ന അവകാശത്തെ താൻ കൊടുത്തു. ജ്യേഷ്ഠൻ എന്ന അവകാശത്തെ കൊടുത്തപ്പോൾ അന്ന് നാം കാണുന്നത് പോലൊരു വലിയ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയ്ക്ക് പിന്നീടുണ്ടായ ജ്യേഷ്ഠന്മാരുടെ അവകാശങ്ങളുടെ മഹാപതിപ്പൊന്നുമല്ല. കുടുംബത്തെ കാരണവരെന്ന നിലയിൽ അടക്കി വാഴുവാനുള്ള അധികാരവും തന്റെ വല്യപ്പനായ അബ്രഹാമിന് മക്പേല ഗുഹയിൽ ഉണ്ടായിരുന്ന അവകാശവും ഏശാവ് യാക്കോബിന് കൈമാറി. ഇതേ സമയം തനിക്കുണ്ടായിരുന്ന പരമ്പരാഗതമായി കിട്ടേണ്ടിയിരുന്ന വലിയൊരു അവകാശത്തിന്റെ പങ്കിനെയും കൈമാറി. ഇവയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഇവയെല്ലാം കൈമാറുമ്പോൾ അവനോട് ഉടമ്പടി ചെയ്യുകയും അതൊരു പുസ്തകത്തിൽ എഴുതി സാക്ഷികളാൽ മുദ്രവെച്ച് യാക്കോബ് അത് ഏശാവിന്റെ കരത്തിൽ നിന്ന് വാങ്ങുകയും ചെയ്തു എന്നാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നോക്കണം, യാക്കോബ് ഏശാവിൽ നിന്ന് ഈ അനുഗ്രഹങ്ങളെ ഈ അവകാശങ്ങളെ ഏറ്റുവാങ്ങുമ്പോൾ, ജ്യേഷ്ഠന്റെ അവകാശങ്ങളെ ഏറ്റുവാങ്ങുമ്പോൾ ഏശാവ് ധരിച്ചിരുന്നത് താൻ ഉടൻ മരിച്ചു പോകുമെന്നാണ്. എന്നാൽ കാലം പിന്നെയും കടന്നുപോയി. കാലം അവരെക്കുറിച്ച് ദൈവം നിശ്ചയിച്ചിരുന്ന വഴികളിലൂടെ പിന്നെയും അവർ സഞ്ചരിച്ചു. പ്രാബല്യമുള്ള ജാതികളായി ഏശാവ് ഏദോമ്യനായും യാക്കോബ് ഇസ്രയേലായും മാറ്റപ്പെടുന്നു. പ്രബല രാഷ്ട്രങ്ങളുടെ പിതാക്കന്മാരായ ഇവരുടെ ഇടയിൽ സാമർഥ്യത്തിന്റെ വഴിയിൽ, പ്രായത്തിന്റെ അപക്വത കൊണ്ട്, ചിന്താശേഷിയുടെ പരിമിതി കൊണ്ട് ഏശാവ് തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റുകളഞ്ഞു. പ്രിയരെ, ശ്രദ്ധിക്കണം, യാക്കോബ് ഇങ്ങനെ തന്റെ അവകാശത്തെ ജ്യേഷ്ഠനിൽ നിന്ന് വാങ്ങുമ്പോൾ അവന് നഷ്ടമായത് വലിയൊരു സ്ഥാനമായിരുന്നു. പിന്നീട് ഒരിക്കലും തിരികെ എടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ താൻ അതിനെ ഒരു ഉടമ്പടിയിലൂടെ കൈമാറി. ജ്യേഷ്ഠൻ എന്ന നിലയിൽ കുടുംബത്തെ വാഴുവാനും സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനായി നിലനിൽക്കുവാനും എല്ലാറ്റിനും അധ്യക്ഷനായും അധികാരിയായും തുടരുവാനുള്ളതൊക്കെ ആ നിമിഷത്തിൽ വേഗത്തിൽ അവൻ കൈമാറിക്കളഞ്ഞു. ഇതേ സമയത്ത് നിമ്രോദിന്റെ ഭൃത്യന്മാർ കടന്നു വന്ന് അവനെ അധികം പിന്തുടർന്നില്ല. നിമ്രോദിന്റെ ശരീരത്തെ അവരെടുത്തുകൊണ്ടുപോയി സംസ്കരിക്കുകയാണ് ചെയ്തത്. എന്നാൽ തുടർന്നുള്ള ഭാഗത്ത് നിമ്രോദിന്റെ ജനത്തിനൊക്കെ തന്റെ രാജാവിനെ ഏശാവ് വധിക്കൊണ്ട് അവനൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിലും അവനെക്കുറിച്ചുള്ള ഭയം അവനെ പിന്തുടർന്നു എന്നും നാം വായിക്കുന്നു. അങ്ങനെ ജ്യേഷ്ഠനായിരുന്ന ഏശാവ് തനിക്കുണ്ടായ ചെറിയ സാഹചര്യത്തിലെ മരണഭീതി കൊണ്ടും പ്രായത്തിന്റെ അപക്വതകൾ കൊണ്ടും ചിന്തയിൽ തനിക്കുണ്ടായ ചില ധാരണകൾ കൊണ്ടും യാഥാർത്ഥ്യങ്ങളെ ഏറ്റുമുട്ടാനുള്ള കെൽപ്പില്ലായ്മ കൊണ്ടും തന്റെ അവകാശത്തെ തന്റെ അനുജന് എഴുതി കൊടുക്കുന്നു, കൈമാറും. ഇങ്ങനെ സ്ഥാനം പോയി, മാനം നഷ്ടപ്പെട്ട് ഏശാവ് എല്ലാ കാലത്തും വേഗത്തിൽ ചിന്തിക്കാതെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഉദാത്തമായ ഉദാഹരണമായി നിലനിൽക്കുന്നു. കാണാക്കഥകളുടെ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരെയും